കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാതയ്ക്ക് സമീപം കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ നിന്ന് അധ്യാപിക അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പടന്നക്കാട് SNTTIയിലെ അധ്യാപികയായ സിന്ധുവിന്റെ കാറിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞത്. ശിരൂരിലെ അപകടം ഓർമ്മയിൽ വന്നെന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും സിന്ധു മീഡിയ വണിനോട് പറഞ്ഞു. ഇന്നലെ ശരിക്കും പേടിച്ചുപോയി. അത് ആ ഹൈറ്റിൽ നിന്ന് മണ്ണ് വരുന്ന കാണുമ്പോഴേ അത് ടോപ്പിൽ നിന്ന് ഇളകി വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എന്തായാലും മണ്ണ് റോഡിലേക്ക് എത്തുന്നുള്ള അറിയുന്നതുകൊണ്ട് ഞാൻ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചു. അപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് വാഹനങ്ങളൊന്നും കടന്നു പോയിട്ടുണ്ടായില്ല. അപ്പം റൈറ്റ് സൈഡിലേക്ക് എത്തിയതും മണ്ണ് റോഡിലേക്ക് വളരെ ശക്തിയോടെ തന്നെ വന്ന് പതിച്ചു. അതിനുശേഷമാണ് എൻ്റെ വണ്ടി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് സ്ലൈഡ് ചെയ്ത് പിന്നെ റൈറ്റ് സൈഡിലേക്ക് വലിയ കുഴിയാണ്, അതിലേക്ക് വീഴുമെന്ന് തോന്നിയപ്പോൾ ഞാൻ വണ്ടി എൻജിൻ ഓഫ് ചെയ്തു. എന്തോ ഭാഗ്യം, എന്താ പറയുക, ഒരു മിറാക്കിൾ മാതിരി വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഇറങ്ങിയാൽ എന്നെ ആരെങ്കിലും രക്ഷിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വണ്ടിയിൽ തന്നെ ഇരുന്ന് ഞാൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ അടുത്ത ഹോട്ടലിലുള്ള രണ്ട് ഏട്ടന്മാർ വന്നിട്ട് പിന്നെ അവർ ഡോറിന് മുട്ടിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലായത്, എനിക്ക് അത്രയും ഇതിൻ്റെ ഡെപ്ത് മനസ്സിലായത് ആ സമയത്തായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. പിന്നെ പുറത്തേക്ക് ചളിയായിരുന്നു, ഭയങ്കര മുട്ടോളം വരുന്ന ചളിയായിരുന്നു. ആ ചളിയിലോട്ട് അവരെന്നെ എങ്ങനെയല്ലോ എന്താ പറയണ്ട കൈ പിടിച്ചിട്ട് എന്നെ പുറത്തേക്ക് ആ ഹോട്ടലിലേക്ക് എത്തിച്ചു. ഇവിടെ സൂചിപ്പിച്ചത് ഇന്നലെ ഉണ്ടായ ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് ടീച്ചർ ഇപ്പോഴും മുക്തയായിട്ടില്ല, ഇപ്പോഴും ആ ഞെട്ടലിൽ തന്നെയാണ് ഉള്ളത്. ഈ പ്രദേശത്ത് ഇന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ MLAയുടെ നേതൃത്വത്തിലൊക്കെ ഒരു സർവകക്ഷി യോഗം വൈകുന്നേരം നടക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തിയില്ലെങ്കിൽ അതിശക്തമായ സമരത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. നേരത്തെ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഈ ഭാഗത്ത് മണ്ണ് ഇങ്ങനെ വ്യാപകമായി എടുക്കുന്നതും അതോടൊപ്പം തന്നെ കുന്നിടിക്കുന്നതും വലിയ അപകടത്തിന് കാരണമാവും എന്ന കാര്യം നാട്ടുകാർ പല സന്ദർഭങ്ങളിലായി അറിയിച്ചതാണ്. പക്ഷേ സുരക്ഷാ സംവിധാനം ഒന്നും തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിൽ എടുത്തിട്ടില്ല. മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ഈ ഭാഗങ്ങളിൽ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ശരിക്കും പേടിച്ചുപോയി.